പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് മെനോപോസിന് ശേഷം ഫൈബ്രോയിഡുകൾ താനെ മാറുമെന്ന്. ശരിക്കും മെനോപോസിന് ശേഷം ഫൈബ്രോയിഡുകൾ ചുരുങ്ങി ഇല്ലാതാകുമോ? മെനോപോസ് എന്ന് പറയുന്നത് ആർത്തവവിരാമം. അത് ഒരു 45 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയാണ് സാധാരണ സ്ത്രീകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അണ്ഡാശയത്തിലെ പ്രവർത്തനം കുറയാണ്, മന്ദഗതിയിലാവും. പതുക്കെ പതുക്കെ കുറഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ അത് കട്ട് ഓഫ് ആവും. അതായത് ഹോർമോണിൻ്റെ അളവ് വളരെ കുറഞ്ഞ് ഈ ഹോർമോൺസാണ് യൂട്രസിനകത്ത് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. ആ സ്റ്റിമുലേഷൻ ഇല്ലാണ്ടാവും. പിന്നെ ഈ പീരീഡ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ, അതായത് മാസമുറി ഇല്ലാണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബേസിക് കോസ് എന്ന് പറയുന്നത്, അതിന് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ഹോർമോണിലുണ്ടാവുന്ന കുറവാണ്, അല്ലെങ്കിൽ ആ ഓവറിയുടെ ഫങ്ഷനിലുണ്ടാവുന്ന കുറവാണ്. അപ്പോൾ ഓവറിയുടെ ഫങ്ഷനിലുണ്ടാവുന്ന കുറവ് ഹോർമോണിലുണ്ടാവുന്ന കുറവായി അത് വരുമ്പോൾ യൂട്രസിലുണ്ടാകുന്ന മുഴകൾ താനെ ചുരുങ്ങിപ്പോവും. കാരണം പലപ്പോഴും ഈ ഹോർമോണിലുണ്ടാവുന്ന കൂടുതലാണ്, ഹോർമോണിലുണ്ടാകുന്ന ആധിക്യമാണ് ഫൈബ്രോയിഡിനെ വളർത്തുന്നത്. അത് ഇല്ലാതാവുന്നു, ഹോർമോൺസ് ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ ഹോർമോൺസ് കുറയുന്നു, മുഴകൾ ചുരുങ്ങിപ്പോകുന്നു. ചോദ്യത്തിന് ഉത്തരമായി പറയുകയാണെങ്കിൽ ഹോർമോൺസിൻ്റെ എഫക്റ്റ് യൂട്രസിൻ്റെ ഫൈബ്രോയിഡിൻ്റെ മേലെ ഇഫക്റ്റ് ഉണ്ട്, അത് ചുരുങ്ങാം. പക്ഷേ വലിയ മുഴകളാണെങ്കിൽ അതിലുള്ള ഇഫക്റ്റ് മുഴുവനായിട്ടും ചുരുങ്ങിക്കൊള്ളുന്നില്ല എന്നുള്ളത്.